ഇന്ന് നമുക്ക് വേർബ് കോൺജുഗേഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് കോൺജുഗേഷൻ? കോൺജുഗേഷൻ എന്ന് വെച്ചാൽ ഒരു വേർബിനെ അതിന്റെ ശരിയായ രൂപത്തിൽ പേഴ്സണൽ പ്രൊനോമിനോട് ചേർത്ത് വെക്കുന്നതിനാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കാം. ലെറ്റ്സ് ടേക്ക് ദ വേർഡ് ഡാൻസ്. ഡാൻസ് എന്നുള്ള വാക്കിനെ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ഐ ഡാൻസ്, യു ഡാൻസ് എന്ന് നമ്മൾ പറയും. ഹി ഡാൻസ് എന്ന് നമ്മൾ പറയില്ല. ഹി ഡാൻസസ്. ഇനി നമുക്ക് ഇതൊന്ന് ജർമ്മനിൽ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പെർസണൽ പ്രൊനോമൻ നമുക്കൊന്ന് എഴുതി വെക്കാം. ഇനി നമുക്കൊരു വേർബ് എടുക്കാം. ലെറ്റ്സ് സേ വോണൻ, അതായത് ടു ലിവ് അല്ലെങ്കിൽ താമസിക്കുക. വോണൻ ഇപ്പോൾ ഇരിക്കുന്നത് അതിന്റെ ബേസിക് ഫോമിലാണ്. ഈ ബേസിക് ഫോമിന് ജർമ്മനിൽ പറയുന്നത് ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ഗ്രൂണ്ട് ഫോം എന്നാണ്. വോണനിൽ നിന്ന് നമുക്ക് ഈ എൻ ഒന്ന് റിമൂവ് ചെയ്താൽ വോൺ എന്ന് കിട്ടും, വിച്ച് ഇസ് ദ സ്റ്റം. സ്റ്റം എന്ന് വെച്ചാൽ സ്റ്റെം എന്നാണ് അർത്ഥം. ഒരു വേർബിനെ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ആ വേർബിന്റെ സ്റ്റം മാറുന്നില്ലെങ്കിൽ ആ വേർബിനെ നമ്മൾ റെഗുലർ വേർബ് എന്ന് വിളിക്കും. ഇനി അതല്ല, ആ വേർബിന്റെ സ്റ്റം മാറുന്നുണ്ടെങ്കിൽ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ ആ വേർബിനെ നമ്മൾ ഇർറെഗുലർ വേർബ് എന്ന് വിളിക്കും. ഇർറെഗുലർ വേർബ്സിനെ കുറിച്ച് നമ്മൾ ഇനിയുള്ള മുന്നോട്ടുള്ള ചാപ്റ്ററുകളിൽ കുറെ കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ ലെറ്റ്സ് ഫോക്കസ് ഓൺ റെഗുലർ വേർബ്സ്. നമുക്കിനി വോണൻ എന്ന എക്സാമ്പിളിലോട്ട് തിരിച്ചു പോവാം. വോൺ എന്നുള്ള സ്റ്റം എടുത്ത് ഓരോ പെർസണൽ പ്രൊനോമിന്റെ കൂടെയും ചേർത്ത് വെക്കാം. ഫസ്റ്റ് പെർസണൽ പ്രൊനോമനായ ഇഹിന്റെ കൂടെ ആണെങ്കിൽ ഇഹ് വോണെ എന്നാണ് വരുന്നത്. വോണിന് ശേഷം ഒരു ഇ വരും. ദു ആണെങ്കിൽ ദു വോൺസ്റ്റ്. എൻഡ് ചെയ്യുന്നത് എസ് ടിയിലാണ്. എ സി എസ് മൺ ആണെങ്കിൽ എ സി എസ് മൺ വോൺറ്റ് എന്നാണ്. വീണ്ടും ടിയിലാണ് അവസാനിക്കുന്നത്. വിയർ ആണെന്നുണ്ടെങ്കിൽ വോണൻ, ഇ എൻ അതിന്റെ കൂടെ വരും. ഇയർ ആണെങ്കിൽ വോൺറ്റ്, വീണ്ടും ഒരു ടി അവസാനം വരും. സി അല്ലെങ്കിൽ സി വോണൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സി എസ് സ്മോൾ ആണെങ്കിൽ ദേ എന്നുള്ള അർത്ഥത്തിലും എസ് ക്യാപിറ്റൽ ആണെങ്കിൽ ദ റെസ്പെക്ട്ഫുൾ ഫോം ഓഫ് യു എന്നുമാണ് വരുന്നത്. ഇനി നമുക്കിതൊരു സെന്റൻസിൽ യൂസ് ചെയ്ത് നോക്കാം. നിങ്ങൾ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് എന്ന് പറയാനാണെങ്കിൽ നമ്മൾ ദു വോൺസ് ഇൻ ബാംഗ്ലൂർ എന്നാണ് പറയുക. ഇതേ സെന്റൻസ് തന്നെ കുറച്ചും കൂടി റെസ്പെക്ട്ഫുള്ളി ഫോർമൽ ആയിട്ട് പറയാനാണെങ്കിൽ നമ്മൾ പറയുന്നത് സി വോണൻ ഇൻ ബാംഗ്ലൂർ എന്നാണ്. ഇന്ന് നമുക്ക് പഠിച്ചത് ഒന്നും കൂടി റിവൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു റെഗുലർ വേർബിനെയും കൂടി കോൺജുഗേറ്റ് ചെയ്ത് നോക്കാം. kommen, which means to come. Ich komme, du kommst, sie es man kommt, wir kommen, ihr kommt, sie oder sie kommen.